ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീൽ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ട്, ആശ്വാസം നൽകുന്ന ഒരു വാർത്തയുണ്ട്. അത് ഇതാണ്: നെയ്മർ, അവരുടെ സൂപ്പർ താരം, ഇതിഹാസ താരം നെയ്മർ ഗ്രൗണ്ടിലിറങ്ങി പരിശീലനം ആരംഭിച്ചിരിക്കുന്നു. പരിശീലനം എന്ന് പറഞ്ഞാൽ പന്ത് കളിച്ചുകൊണ്ടല്ല, ഫുട്ബോൾ കളിച്ചുകൊണ്ടല്ല, പകരം അദ്ദേഹം ശാരീരികമായ വ്യായാമങ്ങളാണ് ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. അതും ബൂട്ട്സ് ഇട്ടുകൊണ്ടല്ല, സ്നീക്കേഴ്സ് ഇട്ടുകൊണ്ടാണ്, ബൂട്ട്സ് ഇട്ടുകൊണ്ടല്ല. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ആദ്യഘട്ടം, അദ്ദേഹം പരിക്കിൽ നിന്ന് റീഹാബിലിറ്റേഷൻ ചെയ്ത് പുറമേക്ക് വരുന്നതിൻ്റെ ആദ്യഘട്ടമാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്നു. പരിശീലനം എന്ന് പറഞ്ഞാൽ ശാരീരിക വ്യായാമങ്ങൾ, ഫിസിക്കൽ എക്സസൈസസ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ബ്രസീലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശാരീരിക വ്യായാമങ്ങൾ അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു, അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഘട്ടമാണ്. അത് ഒരിക്കലും ഫുട്ബോൾ കളിച്ചുകൊണ്ടല്ല, അതായത് ഗ്രൂപ്പ് ട്രെയിനിങ് അല്ല, ഗ്രൂപ്പായിട്ട് പന്ത് കളിച്ചുകൊണ്ടല്ല, പകരം വ്യക്തിപരമായ ഫിസിക്കൽ എക്സസൈസുകൾ, ശാരീരിക വ്യായാമം ചെയ്തുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി പതുക്കെ അടുത്ത ഘട്ടത്തിൽ മാത്രമാണ് ഗ്രൂപ്പ് ട്രെയിനിങ്ങിലേക്കും പന്ത് കളിയിലേക്കും പോവുകയുള്ളൂ. ഇപ്പോൾ ബൂട്ട്സ് ഒന്നും ഇടാതെ അദ്ദേഹം വ്യായാമം ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും അത് വളരെ 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 പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അദ്ദേഹം തിരിച്ചു വരുന്നു. എന്തായാലും ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇനി 2 കളികളിൽ അദ്ദേഹം കളിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം അങ്ങനെ റിസ്ക് എടുക്കാൻ കാർലോ ആഞ്ചലോട്ടി, അവരുടെ കോച്ച്, തയ്യാറാകുമോ എന്നത് പ്രധാനമാണ്. അതിന് തയ്യാറാകാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് വളരെ പതുക്കെ സമയം കൊടുത്ത് പതുക്കെ വന്നാൽ മതി എന്നുള്ളത് തന്നെയാണ്. ഹെയ്ത്തിക്കെതിരെയും സ്കോട്ട്ലൻഡിനെതിരെയുമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അടുത്ത 2 കളികൾ ബ്രസീലിൻ്റെ. എന്തായാലും ആ കളികളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ അദ്ദേഹം എന്തായാലും ഈ ലോകകപ്പ് കളിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ബ്രസീൽ ഗ്രൂപ്പ് ഘട്ടം മറികടന്ന് നോക്കൗട്ടിലേക്ക് പോകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ നോക്കൗട്ടിൽ തീർച്ചയായിട്ടും നെയ്മർ കളിക്കും. അതിനുള്ള ഗ്രൗണ്ടിലിറങ്ങിയുള്ള വ്യായാമം അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു.